എന്ന വിഷയത്തിൽ പി ഭാസ്കരന്റെ ഒരു ചെറിയമയും ഒരു തെങ്ങും എന്ന കവിത. തറവാടുഭാഗം കഴിഞ്ഞപ്പോൾ ചെറിയമ്മ തനിയയായി പിന്നിലുരൽ പുരയിൽ. മരുമക്കൾ മൂവരും ഗൾഫുകാർ, പുത്തനാം പുരകൾ മൂന്നെണ്ണമുയർത്തിടേണം. പഴകിയ തറവാട്ടുകിട്ടും മുൻഭാഗത്തെ പുരയിടം കൂടിയും പങ്കുവച്ചാൽ ഇടമേറെയില്ലെങ്ങോ മൂന്നു കുടുംബങ്ങൾക്കിരുനില വീടുകൾ വെക്കുവാനായി. പുറകിലെ തോപ്പും തൊഴുത്തും വെറും ഭാഗവില വച്ചു മൂവർക്കും തീറു നൽകി തടിയൊറ്റയാകിയ ചെറിയമ്മ. പാവത്തിനിടമെത്ര വേണം കഴിഞ്ഞുകൂടാ. മരുമക്കൾ ഗൾഫിലാണ് എങ്കിലും അവരുടെ പുരപണി വേണ്ട പോൽ ചെയ്യിക്കുവാൻ അളിയന്മാർ, ശ്വശുരന്മാർ, വസ്തുകാര്യസ്ഥന്മാർ, അനവധിയാശ്രിതന്മാരുമൊന്നായി കയറിയിറങ്ങുന്നു തൊടിയിലും മുറ്റത്തും. അളവെടുപ്പിക്കുന്നിതെഞ്ചിനീയർ തറവാട്ടുകെട്ടിൻ്റെ മരവും കരിങ്കല്ലും തറയിലെ ചെങ്കല്ലും ഓടും തൂണും ചെറിയൊരു വില വെച്ചു ലേലത്തിൽ കൊണ്ടവർ പുരപൊളിപ്പിക്കുവാനെത്തിടുന്നു. തറവാടിൻ തിരുമുറ്റത്തോരത്തായി എന്നെന്നും തണലു വിരിച്ചൊരാ തൈത്തെങ്ങിനെ അവിടുന്നു നീക്കി അകലെ തളയ്ക്കുവാൻ അനവധി കൂലിക്കാർ പണി ചെയ്യുന്നു. പുതുവീടു കെട്ടുമ്പോൾ കാർ ഷെഡു പണിയുവാൻ ഇടമങ്ങാണത്രേ വരച്ച പ്ലാനിൽ. ഒരു തെങ്ങു നീക്കി വെച്ചിടുന്നോരുത്സാഹ ബഹളം ഒരിടിനാദമായി തൻ്റെ ഒരു തെങ്ങു നീക്കി വെച്ചിടുന്നോരുത്സാഹ ബഹളം ഒരിടിനാദമായി തൻ്റെ ചെവിയിൽ പതിക്കയാൽ വീണ്ടും വന്നെത്തുന്നു ചെറിയമ്മ ജാഗര മരുഭൂമിയിൽ. മുടിയുമഴിച്ചിട്ടു മുറ്റത്തു നിൽക്കുന്ന യുവതിയാം ഭ്രാന്തിയെ പോലെ മുന്നിൽ തലയും ചുഴറ്റി തൻ തൈത്തെങ്ങു നിൽക്കുന്നു കരചരണങ്ങളിൽ കയറുമായി. അവളെയും നഗലേക്കു കൊണ്ടുപോകാൻ വേണ്ടി അലിവില്ല കൂട്ടങ്ങൾ ഒത്തുകൂടി. വലിയടാ വലിയെന്നു കയർ വലിച്ചിടുന്നു, വരുകയില്ലെന്നവളാർത്തു തലയാട്ടുന്നു. അവളുടെ അടിവേരിനടിയൊന്നിളക്കുവാൻ മഴുവും പിക്കാസുമായി മത്സരിപ്പൂ. വിടുകയില്ലെന്തു വന്നാലും ഇവിടം ഞാൻ വിരൽകളാൽ അള്ളിപ്പിടിച്ചു മണ്ണിൽ.
അലമുറ കൂട്ടുന്നു തൈത്തെങ്ങോ, ശബ്ദം കേട്ടലകടലേഴും നടുങ്ങിടുന്നു. അകലെ നിന്നാകാശം ഞെട്ടിവിറയ്ക്കുന്നു, അഖില ചരാചരം സ്തംഭിക്കുന്നു. അകലെ നിന്നാകാശം ഞെട്ടിവിറയ്ക്കുന്നു, അഖില ചരാചരം സ്തംഭിക്കുന്നു.